ടീച്ചർ വേഷമൊക്കെ മാറിയല്ലോ. ഈ വേഷത്തിലാണ് ഞാൻ സാധാരണ റൂമിലേക്ക് കയറി ഇത് വിളവെടുക്കുന്ന സമയത്ത്. അത്രയും ഹൈജീനിക് ആയിട്ട് ചെയ്യണം. അത്രയും ഹൈജീനിക് ആയിട്ട് ചെയ്യണം. ലാസ്റ്റ് വളരെ കുറവല്ലേ എല്ലാ ദിവസവും മാർക്കറ്റിംഗ് എങ്ങനെയാ? ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഒരു ദിവസമേ ഉള്ളൂ ഇത്. പക്ഷേ ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. പക്ഷേ അപ്പോഴത്തേക്ക് ഒരു കുറച്ച് കളർ ചേഞ്ച് ഒക്കെ വരും. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ കളർ ചേഞ്ച് ഒന്നും വന്നത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നന്ന് തന്നെ നമ്മൾ ചിലവാക്കണം. ടീച്ചറുടെ ലോക്കൽ മാർക്കറ്റ് എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്? എങ്ങനെയാണ് നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറിയാണ് ചെയ്യുന്നത്. നമ്മൾ 2-3 ലേഡീസിനെ വെച്ചിരിക്കുകയാണ്. അവർ ഓഫീസുകളിൽ കൂടെയും സ്കൂളുകളിൽ കൂടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. 2 റൂമും വർക്ക് ചെയ്യുകയാണെങ്കിൽ 20-ന് മേലെ കിട്ടും. പക്ഷെ ഞാൻ ഒരു 10 മുതൽ 15 വരെ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ 20 വരെ ആവും. 20 കിലോ വരെ ഒരു ദിവസം ആവറേജ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് മാർക്കറ്റ് റേറ്റ്? എങ്ങനെ? ഇത് കിലോയ്ക്ക് 500 രൂപ മാർക്കറ്റ് ഉണ്ട്. നമ്മളിത് ലേഡീസിന് കൊടുക്കുന്നത് ഇങ്ങനെ 200 ഗ്രാമിൻ്റെ പാക്കറ്റുകളിലാക്കിയിട്ടാണ്, ബോക്സുകളിലാക്കിയിട്ടാണ്. അത് അവർക്ക് 70 രൂപയ്ക്ക് കൊടുക്കും. അവരത് 100 രൂപയ്ക്ക് സെല് ചെയ്യും. ടീച്ചർ 3 ആൾക്ക് ഒരു പണ്ട് ടീച്ചറായിരുന്നു, ഇപ്പൊ 3 ആൾക്ക് പണി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അവർക്ക് ശരിക്കും ഒരു വരുമാന മാർഗ്ഗമാണ്. അവർ ഇപ്പോൾ സ്കൂളുകളിലും ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ അതൊരു 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അവരത് വിറ്റ് കഴിയും. പൊട്ടിക്കാറായത് എങ്ങനെയാ തിരിച്ചറിയാം? അത് നമുക്ക് മൊട്ട് വന്ന ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് പൊട്ടിക്കാറാവും. സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇടി കിട്ടുമ്പോൾ കൂടുണ്ടാവുന്ന കേട്ടിരുന്നേ, അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? നനഞ്ഞ മണ്ണിലേക്ക് വൈദ്യുത തരംഗം ചെറിയ തോതിൽ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പറയുന്നത് ഇന്ന് ഇടി വെട്ടിയിട്ടുണ്ട്, കൂണുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പറമ്പിക്കൂടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെയും കിട്ടുന്നുണ്ട് ഇവർക്ക്. മോയ്സ്ചറും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്താണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കൂടുതലൊരു 18 മുതൽ 25 വരെയുള്ള ടെമ്പറേച്ചറും 90-ന് മേലെ ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിന് നന്നായി വളരാനുള്ള സാഹചര്യം ഉണ്ട്. കൂണ് ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ടീച്ചർ. അത് കൂടാതെ ബൈ പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, കൂൺ പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. പൗഡർ ഇതുവരെ സെല്ല് ചെയ്തിട്ടില്ല. എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൂൺ പൗഡർ? എന്താ വ്യത്യാസം? എന്താ ചെയ്യാം? പൗഡർ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ എൻ്റെ ഒരുമാതിരി എല്ലാ പച്ചക്കറികളിലും ഇത് ഞാനിടും. ഈവൻ പച്ചക്കറി മാത്രമല്ല, എല്ലാ കറിയിലും കുറേശ്ശെ ഇടും. കാരണം ഇതൊരു ഔഷധ ഗുണമുള്ള ഭക്ഷണവും കൂടെയാണല്ലോ. എന്താ കൂണിന്റെ ഔഷധ ഗുണങ്ങൾ എന്താ ടീച്ചർ? കൂണിന് ഒത്തിരി ഔഷധ ഗുണമുണ്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഈ ഔഷധ ഗുണത്തെ പറ്റി. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, B2, B3, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഫോളിക് ആസിഡ്. ഇപ്പോൾ ഗർഭിണികൾക്കൊക്കെ ആവശ്യമുള്ള ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി, ഇതൊക്കെ ഇതിനകത്തുണ്ട്. കാൽഷ്യം ഉണ്ട്. ഇത് അയൺ അയൺ സമ്പുഷ്ടമാണ്, വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണ്. അതാണ് എനിക്ക് ഏറ്റവും, കാരണം ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി ഉള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷേ ഈവൻ ഞാൻ അതിനൊരു ഉദാഹരണമാണ്. എനിക്ക് ഒരു കുറച്ച് കാലം മുമ്പേ ഈ വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി ഉള്ളതാണ്. കാരണം എനിക്ക് വെയിലത്ത് ഇറങ്ങാൻ എനിക്ക് അലർജിയൊക്കെ ആണ് ഞാൻ വെയിൽ കൊണ്ടാൽ. അപ്പം ഞാൻ അധികവും വെയിൽ കൊള്ളാതെ നോക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി എനിക്കുണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ മോൾക്ക് ആ ഇൻസഫിഷ്യൻസി ഉണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഇത്രയൊരു സമൂഹത്തിനൊരു നല്ല കാര്യം ചെയ്യാം എന്ന് അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് ഇത് തന്നെ സെലക്ട് ചെയ്തതും. ഞാൻ സഫിഷ്യൻ്റാണ്, വൈറ്റമിൻ ഡി സഫിഷ്യൻ്റാണ്. ഞാൻ ആഴ്ചയിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും കൂണ് കഴിക്കാറുണ്ട്, മിനിമം. കൂൺ വളരെ ഹൈജീനിക് ആയിട്ട് വേണം. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ടീച്ചർ ഈ വേഷമൊക്കെ മാറി വന്നത്. അല്ല, ഇത് ഞാൻ ഇതിനകത്ത് കയറുമ്പോഴേ, കാരണം കൂണ് നല്ല വൃത്തിയുള്ള സാഹചര്യത്തിലേ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടാമിനേഷൻസ്, സാധാരണ ഇതിൽ ബാധിക്കുക ട്രൈക്കോഡെർമ. നമ്മളിപ്പോൾ ഈ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മുടെ ദേഹത്തൊക്കെ ഇത് ഉണ്ടാവാം ട്രൈക്കോഡെർമ. ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ ഈ ട്രൈക്കോഡെർമ നല്ലതാണ്, നല്ല ഫംഗസാണ്. പക്ഷേ ഈ കൂൺ ഒരു ഫംഗസ് ആണല്ലോ, ഈ ഫംഗസിന് ആ ട്രൈക്കോഡെർമ നല്ലതല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയിലൊക്കെ ഇങ്ങനെ കറ പിടിക്കും, അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ ഡെറ്റോൾ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കാല് കഴുകിയിട്ട് അകത്തേക്ക് കിടക്കുള്ളൂ. പിന്നെ ഒത്തിരി വേറെ ഫംഗസുകളൊക്കെ ഇതിനെ ആക്രമിക്കും. ഈ ട്രൈക്കോഡെർമ പോലെ ആസ്പെർജില്ലസ്, പിന്നെ പല കളറിലുള്ളത് ഒക്കെ. അതുകൊണ്ട് നമ്മൾ വളരെ വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയായിട്ട് ഇതിനകത്ത് കയറാൻ പാടുള്ളൂ. നമുക്ക് കൂണ് പൊട്ടിക്കാം അല്ലേ? ഓക്കെ.
പ്ലക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ ഒന്നിങ്ങനെ തിരിച്ചാൽ ഇത് നമുക്ക് കൂണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും.